എനിക്ക് തോന്നുന്നു കഴക്കൂട്ടത്തേക്ക് ഒന്ന് പോകാം. വി മുരളീധരൻ അവിടെ ലീഡ് ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കഴക്കൂട്ടം നമുക്ക് ഈ നിയമത്തെ കാര്യം തിരുവനന്തപുരം പരിസര പ്രദേശങ്ങൾ എന്ത് സംഭവിക്കുന്നു, ട്രിവാൻഡ്രം സെൻട്രലില് CP കൊണ്ട് അവസ്ഥ എല്ലാം ചോദിക്കാൻ വേണ്ടി ഷബീദ് റാവുത്തർ ടെലിഫോൺ ലൈൻ ചേർന്നു. ഷബീദ് മറ്റേ കിടികിടി വിട്ടു, അത് വിട്ടു, ബാക്കി കാര്യങ്ങൾ പറയും. തിരുവനന്തപുരത്തെ കുറിച്ച് ഗൗരവമായി കാര്യങ്ങൾ പോവുകയാണ്. കാരണം സംസ്ഥാനത്താകെ അഞ്ഞടിച്ച കോൺഗ്രസിന്റെ കാറ്റിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൊടുങ്കാറ്റിൽ തിരുവനന്തപുരവും കാര്യമായി പ്രതിഫലിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ ഇപ്പോൾ LDF ഒരു സേഫ് സോൺ അല്ലെങ്കിൽ അവരുടെ ഇൻ ഹാൻഡിൽ ഉണ്ട് എന്ന് പറയാൻ ആകെയുള്ളത് നെടുമങ്ങാടും അതേപോലെ തന്നെ ആറ്റിങ്ങലും പാറശാലയും മാത്രമാണ്. ബാക്കി എല്ലായിടത്തും നടക്കുന്നത് ശക്തമായ പോരാട്ടമാണ്. കഴക്കൂട്ടത്തും നേമത്തും NDA കാര്യമായി അവരുടെ ഭൂരിപക്ഷം കൂട്ടിയിട്ടുണ്ട്. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച നേമത്ത് V ശിവൻകുട്ടി ഇതുവരെ എണ്ണിയ ഒരൊറ്റ ബൂത്തിൽ പോലും ഒന്നാമതെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് സ്വാഭാവികമാണ്. കാരണം നേമത്തെ ആദ്യത്തെ 12 ബൂത്തുകൾ അല്ലെങ്കിൽ 12 റൗണ്ടുകൾ അത് BJPക്ക് അനുകൂലമാണ്. അതിനുശേഷമുള്ള വാർഡുകളാണ് നിർണായകമാവുക. കഴക്കൂട്ടത്തെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് കാര്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം ഉയർത്തലിലേക്ക് ലീഡ് ഉയർത്തലിലേക്കൊക്കെ നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ പോയതാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായ ഒരു കംബാക്ക് അതിപ്പോൾ വി മുരളീധരൻ കഴക്കൂട്ടത്ത് നടത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ലീഡ് 156 ഉയർന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എണ്ണാൻ പോകുന്ന കഴക്കൂട്ടത്തെ മണ്ഡലങ്ങളും ഒരു ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും LDF അനുകൂല മണ്ഡലമാണ് നമുക്ക് പറയാൻ കഴിയില്ല. അവിടുത്തെ ട്രെൻഡ് കഴക്കൂട്ടത്ത് ആര് വിജയിക്കുമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാനത്ത് താമര വിരിയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നാണെന്നുള്ള ആകാംക്ഷ ഇപ്പോഴും ഉയരുന്നുണ്ട്. നേമവും കഴക്കൂട്ടവും NDA ക്യാമ്പിന്റെ വലിയ പ്രതീക്ഷയായി ഈ കൗണ്ടിങ്ങിന്റെ അവസാന നിമിഷം വരെ മാറുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം UDFന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം അത് വാമനപുരം അടക്കം കാണിക്കുന്ന ട്രെൻഡാണ്. വാമനപുരത്ത് ഏതാണ്ട് 9000-ലേക്ക് ലീഡ് പോകുന്നു. 49 വർഷം LDF കൈയടക്കി വെച്ചിരുന്ന മണ്ഡലം DK മുരളിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുധീർ ഷാ പാലോട് ഇപ്പോൾ മുന്നേറുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയായി കാണാം. അവിടെ ഇപ്പോ ഒരു അൺഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഞാനൊന്ന് കടന്നുപോയി. ആഷ്മി കണ്ടില്ലേ? ഞാൻ പൊങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലായി. ഒരു വെബ്സൈറ്റിന്റെ കണ്ടെത്തൽ പ്രകാരം 100 മണ്ഡലങ്ങളിൽ UDF ലീഡിയാണ്. PD സതീശൻ പറഞ്ഞ മാജിക് നമ്പർ നമുക്കത് ഒഫീഷ്യലി എത്താൻ കഴിയുന്നില്ല. എന്നാൽ 100 മണ്ഡലങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് വിവരമുണ്ട്. പക്ഷേ ഒഫീഷ്യലി പറയാം, കൃത്യം പറഞ്ഞാൽ 99 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഒരു മണ്ഡലത്തിൽ ചെറിയൊരു സംശയം ബാക്കിയാകുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമത്തയിലൂടെ ഭൂരിപക്ഷം കുറച്ച് കുറയാണ്. അതിക്കടുത്ത LDF വോട്ടുകൾ കൂടി എണ്ണി തുടങ്ങി തോന്നുന്നു. അവിടെ നമ്മുടെ കോഴിക്കോട് DCC ഓഫീസില് ദീപക് തർമ്മണം കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദീപക് തർമ്മണം കയറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരർത്ഥമല്ല, അതെ, പല അർത്ഥങ്ങളാണ്. PCR ദീപക് തർമ്മണത്തിൽ ഒന്ന് കണക്ട് ചെയ്യൂ. അവിടെ ധർമ്മടത്ത് പിണറായി ലീഡ് ഉയർത്തുന്നു. 3659 പിണറായി ലീഡ് ഉയർന്നു. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് 34 വോട്ട് മുന്നിൽ. കോർപ്പറേഷൻ മേയർ വട്ടിയൂർക്കാവിൽ K മുരളീധരൻ ഇതുവരെ മുന്നിൽ. എന്നാൽ ഇപ്പോൾ K മുരളീധരനെ അട്ടിമറിച്ച് VK പ്രശാന്ത് മുന്നിൽ കയറിക്കുന്നു. 34 വോട്ടുകൾക്ക് VK പ്രശാന്ത് LDF മുന്നിലാണിപ്പോ. ധർമ്മടത്ത് പിണറായി വിജയൻ ലീഡ് ഉയർത്തുന്നുണ്ട്. 3659 ധർമ്മടത്ത് LDF പിണറായി വിജയൻ LDF എന്ന് പ്രത്യേകിച്ച് പറയണ്ട. ലീഡ് ചെയ്യുന്നു. പാലൊഴുക്കാണ് അവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന്റെ മുകളിൽ പാലഭിഷേകം. മാത്രമല്ല ആ ചേട്ടൻ സേഫ്റ്റി ഇല്ലാതെ കയറി നിൽക്കുക. സത്യമായും ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു. ഒരു തർക്കമില്ല. പക്ഷേ ആ ഷെയ്ഡിലേക്ക് കയറി നിൽക്കുന്ന ചേട്ടൻ ഒന്ന് സൂക്ഷിക്കണം. നമുക്ക് കാല് വഴിക്കല്ലേ. അല്ല, മാത്രമല്ല നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാൻ നേരെ. അതുകൊണ്ട് ഇന്ദിരാഭവൻ ആസ്ഥാനത്താണ് KB ഗണേഷ് കുമാറിന്റെ പരാജയത്തിൽ NSS ആസ്ഥാനത്ത് ആഘോഷം നടത്തുന്നു. ഈ പത്തനാപുരത്തെ NSSഉം, അതായത് ബാലകൃഷ്ണ സാറിന് ഡോമിനേഷനുള്ള NSSഉം KB ഗണേഷ് കുമാർ NSS ആയി പിന്നീട് രൂപം പ്രാപിച്ച NSSഉം ഈ പെരുന്നയിലെ NSSഉം തമ്മിൽ ചെറിയൊരു ശകട ഉണ്ടായിരുന്നു. ബാലകൃഷ്ണ സാർ ചിന്തിച്ചത് ഈ NSS എന്റെയാന്ന്. ചങ്ങനാശ്ശേരി അക്സെപ്റ്റ് ചെയ്തില്ല. മണിച്ചേട്ടൻ പറഞ്ഞു ബാലകൃഷ്ണ വേണ്ട എന്ന് പറഞ്ഞു. റെഡി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.